ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഞങ്ങൾ ഇന്ന് കഴിക്കാൻ പോകുന്നത് ആലിയ ഭട്ട് കാരണം ഫേമസ് ആയ ആലിയ ഭട്ടിൻ്റെ ഫേവറേറ്റ് കേക്കായ മിൽക്ക് കേക്കാണ്. സംഭവം അത് കഴിക്കാൻ വേണ്ടി പോയതല്ല, ഒരു കടയിൽ കയറി ചെന്നപ്പോൾ അവിടെ ഇഷ്ടം പോലെ കേക്ക് ഇരിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ ഏത് ഓർഡർ ചെയ്യണമെന്ന് അറിയാത്ത കാരണം ഇങ്ങനെ ആലോചിച്ച് നിൽക്കുമ്പോഴാണ് ഞങ്ങൾ ആലിയ ഭട്ടിൻ്റെ ആ ഒരു ഇൻ്റർവ്യൂ ഓർമ്മ വന്നത്. അപ്പോൾ പിന്നെ വേറെ ഒന്നും ചിന്തിക്കാൻ നിന്നില്ല. അവിടുത്തെ സ്റ്റാഫിനോട് ഞങ്ങൾ ഇങ്ങനെ എന്നെ ചോദിച്ചു, ആലിയ ഭട്ടിൻ്റെ ഫേവറേറ്റ് കേക്ക് ഉണ്ടോയെന്ന്. അപ്പോൾ ഒന്ന് ചിരിച്ചുകൊണ്ട് ആൾ പറഞ്ഞു സംഭവം ഇവിടെ ഉണ്ടെന്ന്. അപ്പോൾ ഞങ്ങൾ ഇന്നുള്ളത് കോട്ടയ്ക്കല്ല ഹണി സ്പെഷ്യൽ കേക്കിലാണ്. കേരളത്തിൽ ഇപ്പോൾ ട്രെൻഡിങ് കേക്കുകളും ചോക്ലേറ്റ്സും ഒക്കെ ഇറക്കുന്നത് ഈ ഒരു ഷോപ്പിലാണ്. കേക്കിൻ്റെ പറുദീസ എന്ന് വേണമെങ്കിൽ തന്നെ ഇവരെ പറയാം. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് അവർ കുനാഫയുടെ ചോക്ലേറ്റ് വരെ ഇറക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് ദ ക്ലാസിക് മിൽക്ക് കേക്ക്, ആലിയ ഭട്ടിൻ്റെ ഫേവറേറ്റ് മിൽക്ക് കേക്ക്. പൊതുവെ എനിക്ക് കേക്കിനോടും മധുരത്തിനോടൊന്നും വലിയ താല്പര്യമില്ലെങ്കിലും ഈ ഒരു സംഭവം എന്തായാലും അടിപൊളിയായിരുന്നു. അവർ തന്നുള്ള മിൽക്കിൽ ഒരു പീസ് എടുത്ത് കൊണ്ട് മുക്കി കഴിക്കണം. സംഭവം സെറ്റാണ്. വെറുതെ ആലിയ ഭട്ട് ഇത് ഫേമസ് ആക്കിയത്. ഫുഡ് ഓർഡർ ചെയ്യാൻ പിന്നെ അധികം നേരമൊന്നും ഞങ്ങൾ കളഞ്ഞില്ല. കാരണം കേക്കിനെ കുറിച്ചിട്ട് വലിയ ധാരണയൊന്നും ഇല്ലാത്ത കാരണം കേക്കിൻ്റെ സെക്ഷനിൽ നിന്ന് മാറി ഞങ്ങൾ ഫുഡ് ഐറ്റംസിലേക്ക് വന്നു. ആദ്യം ഓർഡർ ചെയ്ത ഒരു ചിക്കൻ ലസാഗ്ന ആയിരുന്നു. ചിക്കൻ അല്ല, ഞങ്ങൾ ഓർഡർ ചെയ്തത് ബീഫായിരുന്നു. പക്ഷേ അവിടുത്തെ സ്റ്റാഫ് പറഞ്ഞു ബീഫിനെയും കാട്ടി ഇവിടുത്തെ നല്ല ചിക്കനാണ്. അപ്പോൾ പിന്നെ ഞങ്ങൾ പറഞ്ഞു ഓക്കെ ചിക്കൻ എടുത്തു തന്നു. എന്തായാലും സജസ്റ്റ് ചെയ്ത പോലെ സംഭവം അടിപൊളിയായിട്ടുണ്ടായിരുന്നു. നെക്സ്റ്റ് ഞങ്ങൾ ഓർഡർ ചെയ്തത് ചീസി ചിക്കൻ ഫ്രൈസ് ആയിരുന്നു. ചീസൊക്കെ ലോഡ് ചെയ്തിട്ടുള്ള ഒരു അടിപൊളി ഫ്രൈസ്. ഇവിടെ ഒരു ഫുഡ് പ്രസൻറ്റ് ചെയ്യുന്ന രീതി പ്രത്യേകം എടുത്ത് പറയണം. ഈ ഒരു ആംബിയൻസിൽ ഈ ഒരു ഫുഡ് നമ്മൾ വെറുതെ ഇരുന്ന് കഴിക്കുമ്പോൾ നമുക്ക് എവിടെയൊക്കെയോ ഒരു സന്തോഷം കിട്ടുന്നുണ്ടായിരുന്നു. മീൻസ് ആർട്ടിഫിഷ്യലായിട്ടല്ല, നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ സന്തോഷമായിട്ട് ഫുഡ് കഴിക്കാൻ പറ്റിയ ഒരു മൂഡായിരുന്നു അവിടെ ഇരുന്ന് കഴിക്കുമ്പോൾ. ലാസ്റ്റ് ഞങ്ങൾ അവരുടെ സ്പെഷ്യൽ ബീഫ് മെക്സിക്കൻ ബർഗർ ഓർഡർ ചെയ്തു. സാധാ ബർഗറിൻ്റെ ബെന്നിനെക്കാട്ടിയും ഡിഫറെൻ്റ് ആയിട്ട് ഇതിൻ്റെ കളർ ഇത്തിരി വ്യത്യാസം ഉണ്ടായിരുന്നു. ഒരു ലൈറ്റ് യെല്ലോ കളറാണ് ഇതിൻ്റെ ബെന്നിനെ അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത്യാവശ്യം നല്ല രീതിക്ക് ഇവിടുന്ന് ഫുഡ് കഴിച്ചിട്ട് ഞങ്ങൾ ഇവിടുന്ന് ഡ്രിങ്ക്സ് ഒന്നും ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. കാരണം ഇതിന് തൊട്ടപ്പുറത്ത് തന്നെ ക്ലബ് സുലൈമാനി ഉണ്ട്. അവിടെ പോയിട്ട് നല്ല സുലൈമാനി കുടിക്കാമെന്ന് വിചാരിച്ച കാരണം ഇവിടുന്ന് അധികം ഡ്രിങ്ക്സ് ഒന്നും ഞങ്ങൾ കുടിച്ചില്ല. അങ്ങനെ ഞങ്ങൾ ഇവിടുത്തെ കഴിഞ്ഞിട്ട് നേരെ പോയത് ക്ലബ് സുലൈമാനിക്കാണ്. അവിടെ രാത്രിയായ കാരണം ഓപ്ഷൻസ് കുറവായിരുന്നു, സുലൈമാനീസ് മാത്രമേ അവൈലബിൾ ആയിരുന്നുള്ളൂ. അപ്പം ഞങ്ങൾ അവിടെ ഇൻട്രസ്റ്റിംഗ് ആയ 2 ചായ പരിചയപ്പെട്ടു. ആ 2 ചായയും പിന്നെ ഒരു മിൻറ്റ് ലൈമും സാധാരണ ചായയാണ് അവിടുന്ന് കുടിച്ചത്. ഇതാണ് അവരുടെ കമോമില്ലി ടീ. ഇതിന് അത്യാവശ്യം ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ട്. നമ്മൾ ബ്ലഡ് പ്രഷർ കുറയ്ക്കും, ഉറക്കം നന്നാവും, സ്കിൻ പ്രൊട്ടക്റ്റ് ചെയ്യും, പിന്നെ നമ്മളെ സ്ട്രെസ്സ് കുറയ്ക്കും. അങ്ങനെ ഇഷ്ടം പോലെ ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ള ഒരു ടീ ആണിത്. ഇത് സ്ഥിരമാക്കാൻ വെച്ചാൽ മാത്രമേ ഈ ബെനിഫിറ്റ്സ് ഒക്കെ കിട്ടുള്ളൂ. ഒരു വട്ടം കുടിച്ചുകൊണ്ട് ഇതൊന്നും കിട്ടില്ല. പിന്നെ ഞങ്ങൾ ട്രൈ ചെയ്താണ് അവരുടെ ഏൾ ഗ്രേ സുലൈമാനി. ഇത് നമ്മളെ വായയിലെ pH ബാലൻസ് ചെയ്യും, ഓറൽ ഹൈജീൻ ഉണ്ടാക്കും. അപ്പോൾ വായനാറ്റൊന്നും അധികം ഉണ്ടാവില്ല. ഇതിലെ കമോമില്ലി ചായ ആദ്യം കുടിച്ചപ്പോൾ വലിയ ഇഷ്ടമായില്ല. പിന്നെ 2-3 സിപ്പൊക്കെ എടുത്തു വന്നപ്പോൾ സംഭവത്തിന് ടേസ്റ്റ് നമുക്ക് അഡിക്റ്റായി വരുന്നുണ്ട്. അപ്പോൾ ഈ വഴി പോകുന്നുണ്ടെങ്കിൽ ഈ ചായ ഒക്കെ ട്രൈ ചെയ്യണമെങ്കിൽ ധൈര്യമായിട്ട് കയറിക്കോളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക് യു, ബൈ.